ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പാതിരാത്രി മൂവി കണ്ടിറങ്ങിയായിരുന്നേ. എൻ്റെ ദൈവമേ, ഇത്രയും മോശപ്പെട്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. അത്ര വലിയ സിനിമകളൊന്നും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പക്ഷേ ഇതെനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇത് ഇത്രയും വർഷത്തെ നമ്മുടെ ജീവിതത്തിന് അത് കണ്ടു മറന്നിട്ടുള്ള സെയിം കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ സിനിമേനകത്ത് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഷൗബിനും അതുപോലെ നവ്യ നായരെ മികച്ചൊരു അഭിനയം കാണാനായിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് തന്നെ. പക്ഷേ മികച്ചൊരു അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ല. നവ്യ നായരുടെ ബോഡി ലാംഗ്വേജ് പോലും അവരുടെ ഉള്ളിനകത്തൊരു ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പാലിക്കേണ്ടതായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അവരുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതൊന്നും എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെയാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവും. അവർ ഡ്യൂട്ടിയിൽ കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളെങ്കിൽ പോലും അവരതിന് മുന്നേ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ, അതിന് മുന്നേ അവർ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എങ്ങനെയാണെന്ന്. ആ കാര്യങ്ങളൊന്നും എനിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നവ്യ നായരുടെ ബോഡി ലാംഗ്വേജിലോ അതുപോലെ തന്നെ അവരുടെ സംസാരത്തിലോ എനിക്ക് ഫീൽ ചെയ്തില്ല. സൗബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേക്ക് കഴിക്കുന്ന ഫീലിങ്സ്, എന്താ പറയുക, ഇത് ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു. കാരണം വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, പഠിച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഒന്ന് കഥ കേട്ടാൽ തന്നെ ഓക്കെ, ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അഭിനയിക്കാൻ പറ്റുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കോമഡി സൗബിൻ പറയുന്ന സിറ്റുവേഷനിലൊക്കെ ഒന്ന് ഏച്ച് കെട്ടുന്നുണ്ട്. അതായത് ഈ സിനിമനകത്ത് കോമഡി സീക്വൻസ് എന്ന് പറയാനുള്ളത് ആ ഒരു ഫസ്റ്റ് ഇൻട്രോയിൽ കാണിക്കുന്ന ഒരു കള്ളൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിലും ഈ ഒരു സംഭവം വരുന്നില്ല. സൗബിൻ ഇടയ്ക്ക് അത് കഷ്ടപ്പെട്ട് പറഞ്ഞെത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. പിന്നുള്ള ആനഗസ്റ്റിനും അതുപോലെ തന്നെ സണ്ണി വെയിലുമാണ്. അവരുടെ ക്യാരക്ടറും അവർ നന്നായിട്ട് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു നാടകത്തിൻ്റെ ഫീലിങ്സ് എല്ലാവരുടെ ആക്ടിങ്ങിൽ നമുക്ക് തോന്നും. ഒരു ലൈഫ് ആ ഒരു ആക്ടിങ്ങിൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഈ സിനിമ ശരിക്കും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് എത്തുന്നതെങ്കിൽ പോലും ഇതിനകത്ത് ഫാമിലീസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സൗബിൻ്റെ ഫാമിലി, നവ്യ നായരുടെ ഫാമിലി, അതുപോലെ തന്നെ അനഗസ്റ്റിൻ്റെയും ഈ പറയുന്ന സണ്ണിവേലിൻ്റെ ഫാമിലി, ഇവർക്ക് എല്ലാവരുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ ആ ഒരു കാര്യത്തെ വൃത്തിക്ക് അവതരിപ്പിക്കാൻ പറ്റിയോ, അതുമില്ല. ഈ ഫാമിലിയിലുണ്ടാകുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഇതിനൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എത്തിക്കാനായിട്ടില്ല. പിന്നെ ഈ സ്റ്റോറിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സിനിമ കാണുമ്പോൾ തന്നെ എനിക്ക് ഇന്ന വ്യക്തിയാണ് ഇത് ചെയ്തതെന്നുള്ളത് ഫസ്റ്റ് ഹാഫിന് മുന്നേ തന്നെ മനസ്സിലായി. ഇത് ഇതിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. കാരണം ഇത് നമ്മൾ പണ്ടെപ്പോഴേക്കോ കണ്ടുപോകുന്ന സെയിം സാധനം തന്നെ ആന്നേ. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പുതുമയെ നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെന്താ പറയുക, എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ അടിപൊളിയാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇടുക്കിയിലാണ് ഇത് ലൊക്കേഷൻ. അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു നൈറ്റ് വ്യൂവിനൊക്കെ നല്ലൊരു ഭംഗിയാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു കുത്തിയിട്ടുള്ള ഈ ഒരു ചേസിങ്ങിനും കാര്യത്തിലൊക്കെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒന്നുമില്ല, നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു മ്യൂസിക്കാണോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പുഴു ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഹൈ ആണ്. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ അഭിനയങ്ങളായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരിൽ നിന്നും ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആ സിനിമയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതായിരിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഞാൻ സീരിയസ്ലി പറയാം, നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പേരുകളുണ്ടാവില്ലേ, നവ്യ നായർ, ഷൗബിൻ എന്നുള്ളതല്ല, അല്ലാണ്ട് ഇവർക്ക് അതിനകത്ത് കൊടുത്തേക്കുന്നുള്ള പേരുകൾ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി പോവും. ശരിക്കും വൃത്തിക്ക് കുറച്ചും കൂടി എഴുതാമായിരുന്നു എന്ന് തോന്നി. ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാണ്ട് കുറച്ച് കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് തോന്നി. കാരണം ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സംഭവം കയറി വരുന്നുണ്ട്, ഫാമിലി കയറി വരുന്നുണ്ട്, ഇതിനേക്കാൾ ഉപരി ഡ്രഗ്സ് കഴിക്കുന്ന കുറച്ച് പിള്ളേരിനകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ എനിക്ക്
യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. 2 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം, 2.5 മിനിറ്റ് കണ്ടോ. പക്ഷേ ഇത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പോലെ തോന്നും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരാക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആക്ടറിനെ ഞാൻ പറയുന്നില്ല. ആ ആക്ടറിൻ്റെ സ്ഥലത്ത് എത്തുമ്പോഴേ അയാൾ പറയുന്ന സ്റ്റോറി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ പറയാൻ പോണ സ്റ്റോറി ഇതാണ്, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ എക്സ്പ്ലനേഷൻ കൊണ്ടുപോകുന്നത് ഒരു 5-8 മിനിറ്റ് ഉണ്ട്. ആ ഒരു വ്യക്തി ആ ഒരു കഥ പറഞ്ഞ് തീർക്കുന്നത് ഭയങ്കര ലാഗിങ് എന്ന് വെച്ചാൽ ഭയങ്കര ലാഗിങ്. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂണിൽ കോരി വായിലൊഴിച്ച് തരാമെന്ന് പറയില്ലേ, ആ രീതിയിലാണ് ആ എക്സ്പ്ലനേഷൻ പോകുന്നത്. ആ വ്യക്തി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഹാരിസ് അശോകനും വേറൊരു ഗെറ്റപ്പിൽ തന്നെയാണ്. അത് നല്ല രസമുള്ളൊരു ഗെറ്റപ്പാണ് ശരിക്കും കേട്ടോ. പുള്ളിയുടെ ഭാഗത്തുനിന്ന് പുള്ളി നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പല സ്ഥലത്തും ഭയങ്കര ലാഗിങ്. ആ ഒരു വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഇത്രയും സിനിമ കണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഇനിയൊന്നും നമുക്ക് എന്താ പറയുക, ഈ സ്പൂണിൽ കോരി തന്നെ പരിപാടിയൊന്നും നമുക്ക് ഇനി വേണ്ട. പക്ഷേ എന്തായാലും നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ. അതെ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.